ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സൺഡേ ആയതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഇന്ന് എറണാകുളത്തൊക്കെ പോവാന്ന് ഞാൻ പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ മധു പറഞ്ഞു എനിക്കൊരു കൊളാബ് ഉണ്ട് ഒരു സ്കിൻ കെയർ ബ്രാൻഡിന്റെ. അപ്പോൾ നമ്മൾ എന്തായാലും എറണാകുളം പോവാ, എന്താ പിന്നെ നമുക്ക് ആരും കൂടി പോയാലോ. അതെ, അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് എറണാകുളത്തൊക്കെ പോയി ആ കൊളാബൊക്കെ ചെയ്ത് വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേഗം വരാം അല്ലേ. ബാ പോട്ടെ. മധു ഓടിക്കുന്ന കാറ് ഇല്ല, ഓടിച്ചോ? നീ ഓടിച്ചോ? ഇല്ല. വൈ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എറണാകുളത്തേക്കാണല്ലോ പോകുന്നത്. ഇവിടെ ഒരാള് ഫുൾ ബിസി. തട്ടുകട മധു കയറി കഴിച്ചാലോ? അല്ല തട്ടുകടല്ലേ. അങ്ങനെ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുവാണ്. ആക്ച്വലി ചെറുതായിട്ട് വിശക്കുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നമ്മളിപ്പോ നല്ലപോലെ വിശക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ കഴിക്കാൻ പ്ലാൻ ഇല്ല. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വിശപ്പിന്റെ അങ്ങേയറ്റം എത്തുമ്പോൾ നമ്മൾ കഴിക്കുമ്പോഴാണല്ലോ അതിനൊരു ഇതുള്ളൂ അല്ലേ. നമ്മളിപ്പോ ഇവിടെ എടപ്പള്ളി നല്ല ബ്ലോക്കാണ്, പക്ഷെ നമുക്ക് MG റോഡ് വരെ പോണം. ഇനിയിപ്പോ നമ്മള് കഴിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആവും. സോ അതുകൊണ്ട് ആദ്യം നമ്മുടെ പരിപാടികളെല്ലാം തീർത്തതിന് ശേഷം പോയി സമാധാനത്തോടെ ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. നമുക്കിനി 3 മിനിറ്റ് കൂടി ഉള്ള ഷോപ്പിലേക്ക് എത്താനായിട്ട് നമ്മളിപ്പോൾ MG റോഡ് എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കടകളൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ തന്നെ നമ്മൾ കടയിലെത്തും. യെസ്, ഫൈനലി നമ്മൾ ദേഗയിലെത്തി. സോ ഞങ്ങളിത് ഇപ്പോൾ ദേഗയിലെത്തി. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടുത്തെ ഷൂട്ട് കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനിയിപ്പോൾ ബാക്കി വരാം. അപ്പോൾ ഇനി ഇത് കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ ഇനി ഷൂട്ട് ചെയ്യാൻ അല്ലേ. യെസ്, അറിയില്ല, എൻ്റേത് ഫസ്റ്റ് ഒരു ഓൺ സൈറ്റ് കൊളാബറേഷൻ ആണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെ പോകുന്നത്. അതെ. സോ ഞങ്ങളിത് ഇപ്പോൾ കടയിലൊക്കെ വന്നു. ആളിപ്പോൾ മുഖത്തൊക്കെ ഇട്ടേക്കാണ്. ഇവിടെ നമുക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും അതിപ്പോൾ സ്കിൻ കെയർ, മേക്കപ്പ്, ഓറൽ കെയർ, മെൻസിന് വേണ്ടത്, കിഡ്സിന് വേണ്ടത് എല്ലാം നമുക്ക് എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ഇവിടെ ട്രയൽ നടത്തി ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. ഞാനൊരു ഫേസ് പാക്ക് ഇട്ടിരിക്കുന്നത്, ഞാൻ ഇതേറെ ഒരു കടയിൽ ഇങ്ങനെ ഫേസ് പാക്ക് ഇട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാമ്പിൾ ഉണ്ടാവും, മേടിക്കുന്നു, വീട്ടിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യലുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ടൈമായി ഞാൻ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആക്ച്വലി നല്ലതാണ്. നമുക്ക് ഏതാ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്ത് കറക്റ്റ് നമുക്ക് വേണ്ട മാത്രം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഉണങ്ങി ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് ഷൂട്ട് ചെയ്യണം. അതാണ് അടുത്ത ഒരു ഇത്. അങ്ങനെ ഇവിടുത്തെ ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഇവിടുത്തെ ഒപ്പീനിയൻ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. എങ്ങനെയുണ്ട്? ഞാൻ നോർമലി ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഫിസിക്കലി വന്ന് ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് മേടിക്കുന്ന ഫസ്റ്റ് ടൈമാണ്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും. ഓക്കേ, ഇത് ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ എന്തിൻ്റെ ഇപ്പോൾ ഈ റൈസ് ഷാമ്പൂ ഇപ്പോൾ റൈസ് ഉണ്ട്, ഇതുണ്ട് എന്ത് ഐറ്റം എന്നൊക്കെ നമുക്ക് കണ്ട് ഓക്കെ ഇതൊക്കെ തന്നെയാണല്ലോ ഇതിലുള്ളതെന്ന് കാണാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഹെയർ ഓയിലുണ്ട്, ഓരോ ഐറ്റംസും എന്താണ്, ഇതെങ്ങനെയാണ്, എല്ലാ ഡീറ്റെയിലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ കൂടുതൽ ഒരു ബ്രാൻഡിന് എങ്ങനെ നമുക്ക് ഡ്രസ് മേടിക്കാമെന്ന് വെച്ചാൽ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ പർച്ചേസ് ചെയ്യണം. നമുക്ക് എങ്ങനെ പർച്ചേസിങ്ങിൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാണ്? ഇത് തകൃതിയായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മൾ നോക്കി എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട് എന്തൊക്കെ എടുക്കണം എന്നൊക്കെ. ഓൾറെഡി പ്ലാൻഡാണ്, അതനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം ടൈം 1:45. അപ്പോൾ ഇനിയിപ്പോൾ മധുവിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നമ്മൾ കുറേ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മധു എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമല്ലോ, അറിയാലോ അല്ലേ. അതെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മുടെ പുതിയ കമ്പാനിയൻ ശംഖു ഉണ്ട്. ശംഖു, എങ്ങനെയുണ്ടായി ഷൂട്ടൊക്കെ? ശംഖു ഇങ്ങനെ എല്ലാം ഇങ്ങനെ കൊള്ളാലോ. മധു ഇതെടുക്കാം, കൊള്ളാലോ. മധു ഇത് നോക്കിയാലോ, ഇങ്ങനെ വന്നേ. അങ്ങനെയായിരുന്നു, ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഞാനവിടെ ഇങ്ങനെ ശംഖുവാണ് ഓരോന്നും കൊണ്ടത് പരിചയപ്പെടുത്തി തന്നത്. അതെ, നമുക്ക് ശംഖുവിന്റെ അടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായി ശംഖു? നല്ലതായിരുന്നു. എല്ലാ പ്രൊഡക്ട്സും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എല്ലാം എന്താ പറയാ, നല്ല ക്വാളിറ്റിയിലേക്ക്. ആ ക്വാളിറ്റി അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ക്വാളിറ്റി അറിയാൻ പറ്റും. സത്യം കേട്ടോ, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അവരുടെ എല്ലാം. പിന്നെ മധുവും പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ബ്രാൻഡിനെ പറ്റി. ആദ്യമേ പറഞ്ഞ പോലെ ഞാനത് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ലിപ് ബാമൊക്കെ എസ്പെഷ്യലി യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം അവരുടെ പീരിയഡ് പാഡ് അടക്കമുണ്ട്.
അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഞാനത് മേടിച്ചു ബിക്കോസ് എവറി ഗേൾ നീഡ്സ് റൈറ്റ്. സോ നമുക്ക് അങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. നമുക്ക് ആക്ച്വലി 2 ഷൂട്ടും കൂടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടേതായ കുറച്ച് ഷൂട്ട് ബാക്കിയുണ്ട്, അതെടുക്കണം. അപ്പോൾ ഇനി ബാക്കി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എത്തി, നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. നമുക്ക് മധുവിൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്ക് നല്ലപോലെ വിശക്കും. നിനക്ക് മന്തി അല്ലേ ഫേവറേറ്റ് ഫുഡ്? അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ നീ കൂടുതലും കഴിക്കണ മന്തി അല്ലേ? ഹണി മന്തി? മന്തില്ല, ഹണി ഗ്ലേസ്ഡ്, അതാണ് ഫ്ലേവർ, അതാ ഇഷ്ടം, അത്രേ ഉള്ളൂ. എനിക്ക് വിശക്കും. അങ്ങനെയൊന്നും അല്ല കേട്ടോ, മധുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓൾമോസ്റ്റ് ഹണിയാണ്. എപ്പോൾ എവിടെ പോയാലും ഹണി അൽഫാം അല്ലെങ്കിൽ ഹണി മന്തി, ഇതാണ് മധു കൂടുതലും വാങ്ങാറുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് കഴിച്ചാൽ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയി ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങളിത് ഷൂട്ടൊക്കെ കഴിഞ്ഞു, ഇത് വീട്ടിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഷൂട്ടും കൂടെ റിമൈനിങ് ബാക്കിയുണ്ട് വീട്ടിൽ വെച്ചെടുക്കണ്ടേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല കിട്ടില്ല മന്തിയായിരുന്നു അല്ലേ മധു? കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല മന്തിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ ഷൂട്ടും കൂടെ എടുക്കണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് എനിക്കൊന്ന് മുടി വെട്ടാൻ പോകണമെന്ന് പ്ലാൻ ഉണ്ട്. മുടിയൊക്കെ വെട്ടി ഇനി വരണം. ബാക്കി ഇനി മുടിയൊക്കെ വെട്ടി അടിപൊളി അടുത്ത സ്റ്റൈലിലായിരിക്കും ഇനിയിപ്പോൾ അല്ലേ? അതെ അതെ, ഇനി പുതിയ സ്റ്റൈലിൽ പുതിയ രീതിയിൽ നിങ്ങൾക്ക് കാണാമെന്നൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും.